Hey all, welcome back to my channel. ഞങ്ങളിപ്പോൾ മലേഷ്യയിലാണ് ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. സോ ഞാനിവിടെ വന്നിട്ട് ആക്ച്വലി വ്ളോഗ്സ് ഒന്നും എടുത്തില്ല കാരണം എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ വിചാരിച്ച വ്ളോഗ്സ് ഒന്നും ആക്ച്വലി നടന്നില്ല. അപ്പം ഇത് നമ്മുടെ മലേഷ്യയിലെ 4th ഡേ ആണ് ആൻഡ് നാളെ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്തായി കാണുമെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിങ്സ് ഞാനിവിടെ വന്നിട്ട് അത് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാന്ന് പറയില്ല, ആ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു വ്ളോഗാണിത്. എന്തൊക്കെയാണ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് റെഡി ആകണം. 6 മണിക്ക് ഡ്രൈവർ വരും. അപ്പം ഇവിടെ എല്ലാവരും റെഡി ആയില്ല, അപ്പോൾ എല്ലാവരും റെഡി ആകുന്നേ ഉള്ളൂ. അപ്പോൾ എന്നൊരു ഗെറ്റ് റെഡിയും കൂടി ഇതിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ആക്ച്വലി ഇത് സെക്കൻഡ് ഡേ ഇടണമെന്നുണ്ടായിരുന്നു, ബട്ട് വേറൊരു ഡ്രസ്സ് വന്നപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ അങ്ങ് മാറ്റി വെച്ചു. അങ്ങനെ ഈ ഡ്രസ്സ് ലാസ്റ്റ് ഡേ ഞാൻ സ്ഥലം മാറി, വേറൊന്നുമല്ല. ഞാൻ ആക്ച്വലി ആദ്യം നിന്നത് വാഷ്റൂമിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ വാഷ്റൂമിൽ നിന്ന് പുറത്താക്കിയ. ഓക്കെ, അപ്പോൾ എൻ്റെ മേക്കപ്പാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. മേക്കപ്പിന് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത പറയാൻ മറന്നുപോയി, ഞാനിവിടെ നിന്നൊരു ഫാന് വാങ്ങിയായിരുന്നു. ഇവിടെ ഭയങ്കര ചൂടാണ്, അപ്പോൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നടക്കാം. അടിപൊളി. അങ്ങനെ ഈ ഒരു ഫാൻ വാങ്ങി. ഈ ഫാൻ ഇപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യേണ്ടത് യൂസ് ചെയ്യും. പെട്ടെന്ന് ഇതെല്ലാം ഉണങ്ങി വരാൻ. നിങ്ങൾക്ക് ഉണ്ടോയെന്നറിയില്ല, എവിടെയെങ്കിലും പോകാനായിട്ട് നമ്മൾ വരുമ്പോൾ നമുക്കൊരു പിമ്പിൾ വരും. അതുപോലെ എനിക്കൊരു പിമ്പിൾ വന്നു. അയ്യോ, ഞാൻ ആക്ച്വലി സോഫയുടെ മണ്ടയിലാണ് ഇരിക്കുന്നത്, കാരണം എനിക്ക് ഹൈറ്റ് കിട്ടുന്നില്ല ഡയറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു പ്രൈമർ ഇട്ട് കൊടുക്കുന്നു. ഇതെനിക്ക് ആക്ച്വലി ഫ്രീ കിട്ടിയതാണ്, അപ്പോൾ ഇത് കളയാൻ തോന്നിയില്ല. അയ്യോ, ഒരു ലോഡായിപ്പോയി. കുഴപ്പമില്ല. പിന്നെ ഞാനത് എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ആക്ച്വലി ഒരുപാട് ബ്രാൻഡ്സ്, ഒരുപാട് ലക്ഷറി ബ്രാൻഡ്സ് ഉണ്ട്. ഞാൻ അവിടെയൊക്കെ പോയായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു ഹോട്ടലിൽ ഇൻഫിനിറ്റി പൂളുണ്ട്. അത് നമ്മൾ ഇതുവരെ പോയില്ല, അവിടെ പോകണം. നമ്മളുടെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു അടിപൊളി വ്യൂ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞേ, പ്രൈമർ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ചൂടെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ഫാൻ യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് ചൂട് പോവും. ഇങ്ങനത്തെ ഒരു വിൻഡോ ആയതുകൊണ്ട് ഇതുവരെ തുറക്കാൻ പറ്റുന്നുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. യെസ്, ഇതാണൊരു വ്യൂ, അടിപൊളി വ്യൂ ആണ്. ഇത് KL ടവർ. അതിൻ്റെ അപ്പുറത്ത് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് മലേഷ്യയിൽ വന്നിട്ട് ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോയിൽ ഞാൻ വേറെ ഇരിക്കുന്ന ഡ്രസ്സ് എവിടെ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിലും ചോദിച്ചിരുന്നോ ഇൻസ്റ്റഗ്രാമിലും ചോദിച്ചിരുന്നു. അത് ആക്ച്വലി ഓൺലൈനിൽ വാങ്ങിയല്ല, വെബ്സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. എനിക്കിഷ്ടമായി. ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. യാ, ഒരു കാര്യം കൂടെ പറയായിരുന്നു. ആക്ച്വലി സൗണ്ടിന് എന്തോ പറ്റി. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഇവിടെ സെഫോറ ഉണ്ട്. അപ്പോൾ സെഫോറ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങണം. അങ്ങനെ ഞാൻ എൻ്റെ കറക്റ്റ് ഷേപ്പ് ഫൗണ്ടേഷൻ ഞാൻ ഇവിടെ നിന്ന് വാങ്ങി. ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ഇത് ബ്ലെൻഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി പാടായിട്ടുള്ള കാര്യം, ബട്ട് എങ്കിലും കുഴപ്പമില്ല.
ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അതിൽ ഒരു ഡിഫറൻസ് വരുന്നല്ല. സെഫോറ ബ്രാൻഡ്, അതിൽ ഫൗണ്ടേഷനും പിന്നെ ബ്ലഷും കളറൊക്കെ സെയിം തന്നെയാണ്. ഇതൊക്കെ എൻ്റെ ഗെറ്റ് റെഡി കാണുന്നവർക്ക് അറിയാം. സെഫോറ ഐലൈനർ ഇതങ്ങനെ ഈസി അല്ല നമ്മുടെ ഇന്ത്യയിൽ കിട്ടാനായിട്ട്. ഞാൻ വാങ്ങി. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം തന്നെ ഞാൻ കുറച്ച് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം എനിക്കിങ്ങനെ എന്താ പോലെ തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ്, ബട്ട് ഞാനത് കറക്റ്റായിട്ട് ചെയ്യും. എനിക്കിഷ്ടമാണ്. ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കരുത്. അല്ല, ടൈമില്ല എങ്കിലും ഞാനിതൊക്കെ ചെയ്തിട്ടേ പോകുള്ളൂ. കാരണം മലേഷ്യ വന്നതല്ലേ, കുറച്ച് അടിച്ചു പൊളിക്കണ്ടേ. എനിക്ക് അങ്ങനെ എൻ്റെ അല്ല അമലയുടെ ലിപ്പ് ലൈനർ കിട്ടി. ലിപ്പിലൊരു ലൈൻ, ഔട്ടർ ലൈൻ കൊടുക്കാം. ഈ ഒരു ഷാലറ്റിൽ ബ്രൈഡ്. യെസ്, അയ്യോ പേടിയാവും. അനദർ ഒന്നെന്ന് പറയുന്നത് സെഫോറയുടെ ഏത് ഷെയ്ഡാണെന്ന് എനിക്കറിഞ്ഞൂടാ. സ്റ്റോറീസ് ഓക്കെ, നയനാണ്. യെസ്, ആക്ച്വലി ഇതിൽ കാണുന്ന പോലെ അല്ല ഇത്. യെസ്, ബ്ലഷ് ഇടാം. ബ്ലഷ് ഇതെടുക്കുമ്പോൾ എല്ലാം ഇടാവും. അത് ഭയങ്കര ടാസ്ക് പിടിച്ചൊരു കാര്യമാണ്. അയ്യോ, കണ്ടോ? ബ്ലഷ് നമ്മൾ ഒരിക്കലും ഇവിടെ ഇടരുത്. ഇവിടെ ഇടാവുള്ളൂ, ചീക്കിലിടരുത്. ബട്ട് ഞാൻ ഇട്ട് വരുമ്പോൾ ഇവിടെ എത്തും. 4 സ്പോട്ട് ഇടാം. ലാസ്റ്റ് വരെ നമുക്ക് ഇവിടെ കൂടെ ഇടാം. ഇന്നലെ എനിക്കിത് ടെസ്റ്റ് ചെയ്ത്, അതായത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. ആളുടെ പേര് ചായ എന്നായിരുന്നു. ആള് എനിക്ക് ഇട്ടുന്നായിരുന്നു. അങ്ങനെ നല്ലതാണ് അവിടെ ഇടാമെന്ന്. അത് ശരി, ഓക്കെ. റെഡിയായി. ഇനി അടുത്ത് എൻ്റെ ഹെയർ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ കുറച്ച് കാറ്റ് കൊള്ളാം. ഹാങ് ചെയ്തിരുന്നൊരു സംഭവമൊക്കെ വാങ്ങിയായിരുന്നു. ഫാൻ തന്നെ 4-5 ചൈന ടൗണിൽ പോയപ്പോഴൊക്കെ വാങ്ങി. അപ്പോഴെപ്പോഴാണ് ഇത് തീർന്നു, ബാറ്ററി തീർന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതിൻ്റെ ഈ ഒരു ഗോൾഡ് തന്നെയാണ്. കമ്മൽ, ഇയറിങ്സ് ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഈ ഒരു ഇതന്നെയാണ്. പിന്നെ ചെയിൻ തന്നെയാണ്, മാറ്റുന്നില്ല. പിന്നെ ഒരു ബാംഗിൾ, പിന്നെ എൻ്റെ വാച്ച് ഉണ്ടോ, വാച്ച്. അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തു. ഹെയർ ഫ്രീ ഹെയർ ആയിട്ട് ഇടാൻ വിചാരിച്ചു. അല്ലെങ്കിൽ കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അത് വെക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് പേളിൻ്റെ ഒക്കെ പോയില്ല. അതെ, ഞാൻ എനിക്ക് ഒരു ക്ലിപ്പ് ഞാൻ വെച്ച് നോക്കാം. പക്ഷെ ഇത് വെച്ചപ്പോൾ കൊള്ളാമല്ലേ? കൊള്ളാം. അയ്യോ, ഇത് ഇവിടെ വെച്ചാൽ കാണാൻ പറ്റില്ല. യാ,
തന്നെയാണ് എൻ്റെ ലുക്ക്. ഓൾസോ ഞാൻ നേരത്തെ പുറത്ത് പോയപ്പോൾ ഒരു ബൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട്. അപ്പം ഇത് വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. ഇത് എത്രയായിരുന്നു? ഇത് എത്ര രൂപയായിരുന്നു വെച്ചാൽ ഇത് 30 റിങ്കറ്റ് ആയിരുന്നു. ഇവിടെ 30 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 600 രൂപ, ഏകദേശം ഒരു 600 രൂപ ഈ ഒരു ഫ്ലവേഴ്സ്. പക്ഷെ ഒരുപാടുണ്ടോ, എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ഉണങ്ങിപ്പോ. ഇതെൻ്റെ അല്ല, ഈ ഒരു സൺഫ്ലവർ എൻ്റെ അല്ല, ഇത് അമലയുടെ. ഞാൻ ഇത് വെച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്തായാലും.